എല്ലാ പ്രേക്ഷകർക്കും നേരം വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. എല്ലാ പ്രേക്ഷകർക്കും ഒരു സുന്ദരമായ സായാഹ്നം ആശംസിക്കുകയാണ്. വലിയ മഴയാണ്, എല്ലാവരും സുരക്ഷിതരായി തന്നെ ഇരിക്കുക. തിരുവനന്തപുരത്തൊക്കെ വലിയ ശക്തമായ മഴ രാവിലെ മുതൽ ഉണ്ടായിരുന്നു, രാത്രിയിലും ഉണ്ടായിരുന്നു. എല്ലാവരും സുരക്ഷിതമായിരിക്കുക, സായാഹ്നങ്ങൾ സുന്ദരമാകട്ടെ. നമ്മൾക്ക് ഇന്ന് നമ്മളുടെ നേരം വൈകുന്നേരം ആരംഭിക്കുമ്പോൾ തന്നെ ഒരു സുപ്രധാനമായ ദൃശ്യങ്ങൾ കാണേണ്ടതുണ്ട്. പ്രേക്ഷകരെ ഞാൻ ആ ദൃശ്യത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ ചരിത്രത്തിൽ ഇടം നേടിയ MiG-21 വിമാനങ്ങൾ അതിൻ്റെ ഔദ്യോഗിക സേവനം അവസാനിപ്പിക്കുകയാണ്. രാജ്യത്തിൻ്റെ സൈനിക വ്യോമയാന ചരിത്രത്തിലെ നിർണായക അധ്യായത്തിനാണ് അവസാനം കുറിക്കുന്നത്. രാജ്യത്തെ ആദ്യത്തെ സൂപ്പർസോണിക് യുദ്ധവിമാനവും ഇന്റർസെപ്റ്റർ വിമാനവുമായ MiG-21 1960കളിലാണ് ആദ്യമായി ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായത്. അപ്പോൾ 62 വർഷത്തെ മികച്ച സേവനം അവസാനിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി എന്തായാലും ചണ്ഡീഗഡിൽ പ്രൗഢോജ്വലമായ വിടവാങ്ങൽ ചടങ്ങാണ് വ്യോമസേന MiG-21 വേണ്ടി സംഘടിപ്പിച്ചത്. അതിൻ്റെ ഒരു രാജ്യത്തിൻ്റെ തന്നെ അഭിമാന മുഹൂർത്തമാണ്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഒരേ സമയം തന്നെ നമുക്ക് അഭിമാനവും കൗതുകവും ഒക്കെ ഉണർത്തുന്ന ദൃശ്യങ്ങളാണ് അത്. എന്തായാലും 62 വർഷത്തെ സേവനമാണ്, ചരിത്രത്തിൻ്റെ തന്നെ ഭാഗമാണ്. MiG-21 ഔദ്യോഗിക സേവനത്തിൽ നിന്ന് വിരമിച്ചിരിക്കുന്നു. ഇനി പ്രേക്ഷകർക്ക് ഇതിലും ആകാംക്ഷ നൽകുന്ന അല്ലെങ്കിൽ ഒരുപാട് പേര് കാത്തിരിക്കുന്ന ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. ശനിയാഴ്ച നടക്കാനിരുന്ന തിരുവോണം ബമ്പർ ലോട്ടറിയുടെ നറുക്കെടുപ്പ് മാറ്റിവെച്ചിരിക്കുന്നു എന്ന വിവരമാണ് വരുന്നത്. ഒരുപാട് ഭാഗ്യാന്വേഷികൾ ആ ദിവസം കാത്തു നിൽക്കുന്നുണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ ഫോക്കസ് വാർത്തകളിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഒക്ടോബർ 4ലേക്കാണ് നറുക്കെടുപ്പ് മാറ്റിയിരിക്കുന്നത്. GSTയിൽ വന്ന മാറ്റവും ഒപ്പം തന്നെ ഇപ്പോൾ ക്ലൈമറ്റിൽ വന്നിട്ടുള്ള മാറ്റവും ഒക്കെ മൂലം ടിക്കറ്റ് വിൽപ്പനയിൽ അത് ബാധിച്ചിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നറുക്കെടുപ്പ് മാറ്റിവെച്ചിരിക്കുന്നത് എന്നതാണ് വിവരം. ഒക്ടോബർ 4ലേക്കാണ് ഈ നറുക്കെടുപ്പ് മാറ്റിവെച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി MG മിഥുൻ ചേരുന്നു. മിഥുൻ, ഒരുപാട് ഭാഗ്യാന്വേഷികൾ കാത്തിരുന്ന ദിവസമാണ്. നാളെ അറിയാം അതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞ് കാത്തിരുന്നതാണ്. അതാണിപ്പോൾ മാറ്റിവെക്കുന്നത്. എന്തൊക്കെയാണ് കാരണങ്ങളായി പറയുന്നത്? ഒക്ടോബർ 4ലേക്കാണ് ഇപ്പോൾ നറുക്കെടുപ്പ് മാറ്റിവെച്ചിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഭാഗ്യശാലി ആരാണ് എന്നറിയാൻ ഇനിയും കാത്തിരിപ്പ് നീളുമെന്നുള്ളത് തന്നെയാണ്. 5-6 ദിവസവും കൂടി ഇനി ബാക്കിയുണ്ട് എന്നുള്ളതാണ്. പക്ഷേ നാളെയായിരുന്നു നേരത്തെ സർക്കാർ നിശ്ചയിച്ചിരുന്നത്. പക്ഷേ അതിന് കാരണമായി ഇപ്പോൾ സർക്കാർ പറയുന്ന ചില കാരണങ്ങൾ, ഒന്ന് ഈ GST ഘടനയിലെ മാറ്റം, മറ്റൊന്ന് ഇപ്പോൾ ഈ കാലാവസ്ഥയിലുണ്ടായിട്ടുള്ള മാറ്റം. കഴിഞ്ഞ 2 ദിവസങ്ങളായി കനത്ത മഴ തുടരുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ ടിക്കറ്റ് വിൽപ്പന അങ്ങനെ കാര്യമായി നടക്കാത്തൊരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഏജന്റുമാരുടെ അഭ്യർത്ഥന കൂടി മാനിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊന്ന് ഈ GST, നേരത്തെ നമുക്കറിയാം GST ഘടനയിൽ മാറ്റം, സ്ലാബുകൾ പുതുക്കിയതോടുകൂടി 40% ലോട്ടറിക്ക് ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ഈ മാസം 22-ാം തീയതിയായിരുന്നു ഇത് പ്രാബല്യത്തിൽ വരികയും ചെയ്തത്. അത്തരത്തിൽ സർക്കാരിനെ സംബന്ധിച്ചത് വലിയ രീതിയിൽ അത് ബാധിക്കുന്ന ഒരു തരത്തിലേക്ക് പോകുമായിരുന്നു. അതുകൊണ്ട് തന്നെ ടിക്കറ്റ് കാര്യമായി കൂടുതൽ വിറ്റില്ല എങ്കിൽ അത് വലിയ നഷ്ടം സർക്കാരിനെ സംബന്ധിച്ച് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാലയളവിൽ ഇനിയുള്ള ഈ ദിവസങ്ങളിൽ കൂടുതൽ ടിക്കറ്റുകൾ വിറ്റഴിച്ചുകൊണ്ട് ഈ ഒരു ഇപ്പോഴുണ്ടാകുന്ന ഈ നികുതിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം അത് പരിഹരിക്കാമെന്ന് തന്നെയാണ് ധനവകുപ്പ് കണക്ക് കൂട്ടുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം 40% എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ പ്രഖ്യാപിച്ച ആ ഒരു സമ്മാന തുകയായിട്ടുള്ള 25 കോടി രൂപ നൽകുകയും വേണം. അതിൻ്റെ ഒരു നികുതി കേന്ദ്രത്തിന് കൈമാറുകയും ചെയ്യുകയും വേണം. ആ രീതിയിലാണ് ഉള്ളത് എന്നുള്ളത് തന്നെ. പക്ഷേ 22-ന് പ്രാബല്യത്തിൽ വന്നതിന് മുമ്പ് നിരവധി ടിക്കറ്റുകൾ വിൽപ്പന ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അപ്പോൾ കിട്ടുന്ന ആ തുകയേക്കാൾ വലിയൊരു തുക കേന്ദ്രത്തിന് കൈമാറേണ്ട ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു തീരുമാനം ധനവകുപ്പ് എടുത്തിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഭാഗ്യശാലി ആരാണ് എന്നുള്ളത്, തിരുവോണം ബമ്പർ ആർക്കാണ് ലഭ്യമാകുന്നതെന്ന് അറിയാൻ ഇനി കാത്തിരിപ്പുണ്ട്. ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി കാത്തിരിക്കണം എന്നുള്ളതാണ്. ഒക്ടോബർ 4ലേക്ക് മാറ്റിവെച്ചതായിട്ടുള്ള സുപ്രധാന വിവരമാണ് രേണുക ഇപ്പോൾ പുറത്തു വരുന്നത്.
ശരി, എന്തായാലും ഭാഗ്യാന്വേഷി അല്ലെങ്കിൽ ആർക്കാണ് ആ ഭാഗ്യം തുണച്ചത് എന്നത് അറിയണമെങ്കിൽ എന്തായാലും നമ്മൾ കാത്തിരിക്കേണ്ടുന്ന സാഹചര്യമാണ്. 4-ാം തീയതിയിലേക്കാണ് നറുക്കെടുപ്പ് മാറ്റിവെച്ചിരിക്കുന്നത്. അതിൻ്റെ കാരണങ്ങൾ ആണ് GSTയിൽ വന്ന മാറ്റം, ഒപ്പം തന്നെ മഴ മൂലം വിൽപ്പന കുറഞ്ഞ സാഹചര്യമൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ആ നറുക്കെടുപ്പ് മാറ്റിവെച്ചിരിക്കുന്നത്. നമ്മൾ ഫോക്കസ് വാർത്തകളിലേക്ക് പോവുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് ഇന്ന് കൊല്ലത്ത് അമൃതാനന്ദമയി ആശ്രമവുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ്. അത് അമൃതാനന്ദമയിയെ ഇടത് സർക്കാർ ആദരിക്കുന്നു എന്നതാണ്. ഇടത് സർക്കാരിൻ്റെ ആദരം ഏറ്റുവാങ്ങുന്നു അമൃതാനന്ദമയി എന്നതാണ് ആ ഒരു പ്രത്യേകത. ഐക്യരാഷ്ട്രസഭയിൽ മലയാളത്തിൽ പ്രസംഗിച്ചതിൻ്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു ചടങ്ങ് അവിടെ നടക്കുന്നത്. 2 മന്ത്രിമാരാണ് ആ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ഇപ്പോൾ 5 മണി സമയത്താണ് ചടങ്ങ് ആരംഭിക്കാനിരിക്കുന്നത്. 2 മന്ത്രിമാർ പങ്കെടുക്കുന്നു. അത് സജി ചെറിയാനും ഒന്ന് ധനമന്ത്രി KN ബാലഗോപാലുമാണ്. ആ 2 മന്ത്രിമാർ പങ്കെടുക്കുന്ന ചടങ്ങിൽ സംസ്ഥാന സർക്കാർ ആദരം അർപ്പിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അമൃതപുരി ക്യാമ്പസിൽ ആണ് ചടങ്ങ് നടക്കുന്നത്. രജത ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ഒരു ലോകം ഒരു ഹൃദയം എന്ന വിഷയത്തിൽ മലയാള ഭാഷയുടെ പ്രചാരണവും പരിപോഷണവും ലക്ഷ്യമാക്കി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചില മത്സരങ്ങളും ഒക്കെ നടത്തുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ 2000 ഓഗസ്റ്റ് 29 നടന്ന സഹസ്രാബ്ദ ലോക സമാധാന ആധ്യാത്മിക ഉച്ചകോടിയിലായിരുന്നു അമൃതാനന്ദമയിയുടെ മലയാളത്തിലുള്ള പ്രസംഗം ഉണ്ടാകുന്നത്. അപ്പോൾ മതങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദത്തിൻ്റെയും ജനങ്ങൾ തമ്മിലുള്ള സഹവർത്തിത്വത്തിൻ്റെയും ഒക്കെ സന്ദേശമാണ് ആ പ്രസംഗത്തിലൂടെ അമൃതാനന്ദമയി അന്ന് ലോകത്തിന് നൽകിയത്. 3 മിനിറ്റ് നീണ്ട പ്രസംഗമായിരുന്നു. അപ്പോൾ അതിൻ്റെ രജത ജൂബിലി ആഘോഷിച്ചുകൊണ്ട് അമൃതാനന്ദമയിയെ ആദരിക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് വാർത്ത, ഇന്ന് നടക്കാൻ പോകുന്ന കാര്യം. പക്ഷേ എന്തുകൊണ്ട് ഇപ്പോൾ ഇത്തരമൊരു ആദരം സംഘടിപ്പിക്കുന്നു എന്നത് രാഷ്ട്രീയമായി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനം നിർണായകമായ തെരഞ്ഞെടുപ്പുകളിലേക്ക് നീങ്ങുകയാണ്. അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും രാഷ്ട്രീയ പാർട്ടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിരുന്നു അയ്യപ്പ സംഗമം എന്നത് നമ്മൾ കണ്ടതാണ്. അത് വലിയ രീതിയിൽ വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച് അവർ മത സാമുദായിക സംഘടനകളെ ഒപ്പം കൂട്ടാനുള്ള ഒരു തന്ത്രം മെനഞ്ഞിരിക്കുന്നു. അതിൻ്റെ ആദ്യ പടിയായിരുന്നു അയ്യപ്പ സംഗമം. അത് വളരെ വിജയകരമാക്കി മാറ്റാൻ അവരെ സംബന്ധിച്ച് കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ 2ാം ഘട്ടം എന്ന നിലയിൽ വേണം നമ്മൾ അമൃതാനന്ദമയിക്ക് ആദരമൊരുക്കുന്ന ഈ ചടങ്ങിനെയും നോക്കിക്കാണാൻ. കാരണം ഈ മതസാമുദായിക സംഘടനകളെ ഒപ്പം നിർത്തുന്നതിലൂടെ എന്താണോ ലക്ഷ്യമിട്ടത് അത് തന്നെയാണ് അമൃതാനന്ദമയിയെ ഒപ്പം നിർത്തുന്നതിലൂടെ CPM ശ്രമിക്കുന്നതും നൽകുന്ന സന്ദേശവും അതുതന്നെയാണ്. ഭൂരിപക്ഷ സമുദായത്തെ ഒപ്പം നിർത്തുക എന്നതാണ് CPM ലക്ഷ്യമിടുന്നത്. ആ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് മതസാമുദായിക സംഘടനകളെ അണിനിരത്തിക്കൊണ്ട് അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത്. അത് വലിയ കോളിളക്കം സൃഷ്ടിച്ച് വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഹൈന്ദവ വോട്ടുകൾ കൂടുതൽ അടുപ്പിക്കാൻ കഴിയുന്ന, അവരുമായി ചേർന്ന് നിൽക്കുന്ന ആത്മീയ രംഗത്തുള്ള വ്യക്തികളെ കൂടി ഒപ്പം കൂട്ടുന്നു എന്നത് വേണം അമൃതാനന്ദമയിയെ ഈ രീതിയിൽ ആദരിക്കുന്നതിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ഒരു കാലത്ത് ആൾ ദൈവം എന്ന് പറഞ്ഞ് വിമർശനം ഉന്നയിച്ച അമൃതാനന്ദമയിയെയാണ് CPM കൂടെ കൂട്ടുന്നത് എന്നതാണ് ഇപ്പോഴത്തെ ഒരു വൈരുദ്ധ്യം. പല നിലപാടുകളിലെ മാറ്റങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത് ശബരിമലയിലെ വിഷയത്തിലാണെങ്കിൽ, മതസാമുദായിക സംഘടനാ നേതാക്കളോടുള്ള സമീപനത്തിലാണെങ്കിൽ ഒക്കെ നമ്മൾ കണ്ടതാണ്. അതുപോലെ ഒരു മാറ്റം CPMന് അമൃതാനന്ദമയിയുമായുള്ള കാര്യത്തിലും ഉണ്ടാകുന്നു എന്നതാണ് ഇവിടെ വ്യക്തം. CPMന്റെ നയപരമായ മാറ്റം കൃത്യമായി ബോധ്യമാകാൻ നമുക്ക് അധികം സഞ്ചരിക്കുകയൊന്നും വേണ്ട. ശബരിമലയുടെ കാര്യം നമുക്ക് ഓർമ്മയുള്ളതാണ്. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം വന്നപ്പോൾ തന്നെ RSS സംഘടിപ്പിച്ച പരിപാടിയിൽ അമൃതാനന്ദമയി പങ്കെടുത്തത് വലിയ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു, വലിയ വിവാദമായിരുന്നു. അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ, അന്നത്തെ CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെ ഇതിനെതിരെ രംഗത്ത് വരികയും അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. RSSന്റെ വേദിയിൽ അമൃതാനന്ദമയി പോകാൻ പാടില്ലായിരുന്നു എന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ പറഞ്ഞു. CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ആൾ ദൈവം എന്ന് പറഞ്ഞ് വിമർശിച്ചുകൊണ്ട് തന്നെ CPM ഇതിനു മുൻപും
നിലപാടുകൾ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് രാഷ്ട്രീയമായി കൂടി ഒരു രാഷ്ട്രീയ വേദിയിൽ അങ്ങനെ ഒരാൾ എത്തുകയും അതിൻ്റെ ഭാഗമാവുകയും ചെയ്തത് ശരിയായില്ല എന്ന വിമർശനമാണ് ഉന്നയിച്ചത്. CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ അല്പം കൂടി കടന്ന് അമൃതാനന്ദമയി മഠത്തിൽ ഏതൊക്കെ ആളുകൾ വരുന്നു, സ്ത്രീയും പുരുഷനും വരുന്നു, അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള ഈ നിഷ്ഠയ്ക്ക് ഭംഗം വരുത്തിയിട്ടുണ്ടോ അത് എന്ന ചോദ്യം ഉന്നയിക്കുകയും അങ്ങനെ ആ സാഹചര്യത്തിൽ എന്തുകൊണ്ട് യുവതികൾക്ക് ശബരിമലയിൽ പ്രവേശിച്ചുകൂടാ എന്ന ചോദ്യം ഉയർത്തുകയും ഒക്കെ ചെയ്തു. വലിയ വിവാദങ്ങളും ചർച്ചകളുമായതാണ്. അപ്പോൾ അങ്ങനെ ഒരു കാലത്ത് നിലപാടെടുത്ത, ഒരു കാലത്തെന്നല്ല, ശബരിമല സ്ത്രീ പ്രവേശന വേളയിൽ പോലും നിലപാടെടുത്ത CPM ആണ് ഇപ്പോൾ ഈ രീതിയിൽ നിലപാട് മാറ്റുന്നത്. അത് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് അന്ന് നടന്ന പ്രക്ഷോഭങ്ങളിൽ അണിനിരന്നതിൻ്റെ പേരിലാണ് രൂക്ഷമായ വിമർശനം ഉന്നയിച്ചത്. മറ്റൊരു കാര്യം, CPMന്റെ പീപ്പിൾസ് ഡെമോക്രസിയിൽ വന്ന ലേഖനത്തിൽ അമൃതാനന്ദമയിയെ വിമർശിക്കുന്നതാണ്. ആൾ ദൈവം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിമർശനം CPM ഉന്നയിച്ചതാണ്. അതിന് പിന്നാലെയായിരുന്നു ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കാര്യങ്ങളിലും ഈ വിമർശനം ഉണ്ടാകുന്നത്. RSS പിന്തുണയോടെ വലിയ സാമ്രാജ്യം കെട്ടിപ്പടുത്ത ആൾ ദൈവം എന്നതാണ് പീപ്പിൾ ഡെമോക്രസിയിൽ അമൃതാനന്ദമയിക്കെതിരെ വന്ന പരാമർശം. മുഖപ്രസംഗത്തിൽ ഗുരുതരമായ ആരോപണങ്ങളും രൂക്ഷമായ വിമർശനങ്ങളും അന്ന് അമൃതാനന്ദമയിക്കെതിരെ ഉണ്ടായിരുന്നു. ദേര സച്ച സൗദ തലവൻ ഗുർമീത് റാം റഹീം സിംഗ് ബലാത്സംഗ കേസിൽ കുറ്റക്കാരനായ വിധി വന്നതിന് ശേഷം ആൾ ദൈവങ്ങൾക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് അത്തരമൊരു ലേഖനം പ്രസിദ്ധീകരിക്കപ്പെട്ടത്. അന്ന് അമൃതാനന്ദമയിക്ക് എതിരെ മാത്രമല്ല, ആൾ ദൈവങ്ങളായി അറിയപ്പെടുന്ന എല്ലാവർക്കെതിരെയും ആ ലേഖനത്തിൽ വലിയ വിമർശനം ഉണ്ടായിരുന്നു. ഭൂമി കയ്യേറാനും തട്ടിപ്പ് നടത്താനും ആൾ ദൈവങ്ങൾക്ക് സഹായം നൽകുന്നത് BJP ആണെന്നും RSS ആണെന്നും ഒക്കെയുള്ള കുറ്റപ്പെടുത്തലായിരുന്നു അന്നുണ്ടായിരുന്നത്. ബാബ രാംദേവിനെതിരെ, ജഗ്ഗി വാസുദേവിനെതിരെ, ശ്രീ രവിശങ്കർ എന്നിവർക്കെതിരെ ഒക്കെ ഉള്ള വിമർശനങ്ങൾക്കൊപ്പം തന്നെയാണ് ഇങ്ങനെ ഒരു വിമർശനവും അവിടെ ഉയർത്തിയിരുന്നത്. അപ്പോൾ പീപ്പിൾ ഡെമോക്രസിയിൽ വന്ന ലേഖനം അമൃതാനന്ദമയിയെ നിശിതമായി വിമർശിക്കുന്നതായിരുന്നു, അവരെ സഹായിക്കുന്നവരെ വിമർശിക്കുന്നതായിരുന്നു. മാത്രവുമല്ല, അമൃതാനന്ദമയിയുടെ ഈ മഠത്തിനെതിരെയും ഒപ്പം തന്നെ ഈ ശബരിമല പ്രവേശനം ഉൾപ്പെടെയുള്ള വിഷയത്തിലുമൊക്കെ CPM ഇങ്ങനെ വിമർശനം ഉന്നയിക്കുമ്പോൾ അതിനെതിരെ കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നിട്ടുണ്ട്. എല്ലാ വിധത്തിലും അവരെ തേജോവധം ചെയ്യുകയാണ് CPM എന്ന് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുണ്ട്. വ്യക്തിഹത്യ നടത്തുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഘട്ടത്തിൽ നിന്നൊക്കെ മാറിയാണ് CPM ഇങ്ങനെയുള്ള നിലപാട് സ്വീകരിക്കുന്നത്. മറ്റൊരു തരത്തിലും ഒരു ഘട്ടത്തിൽ അമൃതാനന്ദമയിയുടെ മഠത്തിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവരുടെ തന്നെ മഠത്തിലെ അന്തേവാസിയായ 20 വർഷത്തോളം സന്തത സഹചാരിയായിരുന്ന ഓസ്ട്രേലിയൻ വനിത പുസ്തകം എഴുതുന്നു. അത് വലിയ വിവാദമാകുന്നു, വലിയ ചർച്ചയാകുന്നു കേരളത്തിൽ ഉൾപ്പെടെ. ആ ഘട്ടത്തിൽ കൈരളി പീപ്പിൾ TVക്ക് വേണ്ടി അവരുടെ ഇന്റർവ്യൂ എടുക്കുകയും അത് സംപ്രേഷണം ചെയ്യുകയും ചെയ്തിരുന്നു. അത് വലിയ ചർച്ചയായിരുന്നു. ആ നടപടി കൊല്ലത്തെ തെരഞ്ഞെടുപ്പിൽ MA ബേബിയുടെ തോൽവിയിലേക്ക് നയിച്ചു എന്ന് പോലും വിലയിരുത്തൽ ഉണ്ടായിട്ടുണ്ട്. അത് രാഷ്ട്രീയമായി അതിന് തിരിച്ചടി കൊടുക്കേണ്ടി വന്നു CPM എന്ന തരത്തിലുള്ള വിലയിരുത്തൽ കൂടി ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ ഓർക്കണം. അപ്പോൾ CPM ഇപ്പോൾ വിജയിക്കാനുള്ള എല്ലാ പഴുതുകളും തേടുകയാണ്. ഏറ്റവും ചെറിയ വഴി പോലും സുരക്ഷിതമാക്കുകയാണ് CPM ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമാണ് ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ വിശ്വാസികൾക്കൊപ്പമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി ആണയിട്ട് പറയുന്നത്. അത് ഇന്നലെ അങ്ങനെയായിരുന്നു, ഇന്ന് അങ്ങനെയാണ്, നാളെയും അങ്ങനെയായിരിക്കും എന്ന് പറയുന്ന ആ ഉറപ്പ്. ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് അന്നൊക്കെ ചെയ്ത തെറ്റുകൾ ഓരോന്നായി തിരുത്തുന്നു CPM എന്ന് വേണം മനസ്സിലാക്കാൻ. അത് തെറ്റെന്ന് അവർ ഉൾക്കൊള്ളുന്നു എന്നതുകൊണ്ടാണ് ഞാൻ തെറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ അത് ഒരു തിരിച്ചടിക്ക് ഘടകമാകുന്ന എല്ലാ കാര്യങ്ങളും തിരുത്തി CPM മുന്നോട്ട് പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അമൃതാനന്ദമയിയുടെ കാര്യത്തിലും അത്തരം ഒരു ഇരട്ടത്താപ്പ് അല്ലെങ്കിൽ ഒരു പിൻവാങ്ങൽ അല്ലെങ്കിൽ ഒരു U-ടേൺ CPMന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ആദരിക്കൽ ചടങ്ങ് ഇപ്പോൾ നടക്കുന്നത്. അയ്യപ്പ സംഗമം
നമ്മൾ നേരത്തെ പറഞ്ഞ വാർത്തയും അതുമായി ബന്ധപ്പെട്ട് തന്നെ ഉള്ളതാണ്, അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ആഗോള അയ്യപ്പ സംഗമം എന്തായാലും വലിയ രാഷ്ട്രീയ വിവാദമായി ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഓരോ ദിവസം ചെല്ലുന്തോറും അതിൻ്റെ രൂപവും ഭാവവും ഒക്കെ മാറുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. CPM-നെ സംബന്ധിച്ച് അവർക്ക് ഈ ചർച്ചകൾ വലിയ ആശ്വാസവും സന്തോഷവും ഒക്കെ നൽകുന്നതാണ്. അവർക്കതൊരു ആഘോഷമായി മാറുന്നതാണ് നമ്മൾ കാണുന്നത്. കാരണം CPM-ന്റെ ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയമായി അവർ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ ഫലം കാണുന്നു എന്ന അർത്ഥത്തിൽ തന്നെയാണ് ആ ചർച്ചകൾ പുരോഗമിക്കുന്നത്. അതേസമയം തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്കല്പം വെല്ലുവിളികളും പ്രതിസന്ധികളും ഉടലെടുത്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ആഗോള അയ്യപ്പ സംഗമത്തിലെ NSSന്റെ സാന്നിധ്യം, NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ അതിനുശേഷം നടത്തിയ അഭിമുഖങ്ങൾ, തുറന്നു പറച്ചിലുകൾ, അദ്ദേഹം ഇടതുപക്ഷവുമായുള്ള സമീപനത്തിൽ വരുത്തിയിട്ടുള്ള മാറ്റം, ഇതൊക്കെയാണ് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് തന്നെ വഴിവെച്ചിരിക്കുന്നത്. ഇത് ഇപ്പോൾ ഉയരുന്ന ഈ ചർച്ചകളൊക്കെ CPM-ന്റെ രാഷ്ട്രീയ നയത്തിനുള്ള അംഗീകാരം എന്ന നിലയിൽ CPM കാണുന്നു. വിശ്വാസികൾക്കൊപ്പം ഉറച്ചു നിൽക്കും എന്ന ഉറപ്പ് നൽകിക്കൊണ്ട് അവർ അതിനെ എൻഡോസ് ചെയ്യുന്നു. UDF-നെ നയിക്കുന്നത് ലീഗാണ് എന്ന പ്രചരണം കൂടി മറുഭാഗത്തുയർത്തുന്നു. അങ്ങനെ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നവർക്ക് ആശയക്കുഴപ്പമൊക്കെ ഉണ്ടാക്കാനുള്ളൊരു ശ്രമം അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ CPM-നെ സംബന്ധിച്ച് രണ്ട് സാഹചര്യങ്ങളാണ് ഉരുത്തിരിഞ്ഞിട്ടുള്ളത്. അമിത ആഹ്ലാദം വേണ്ട എന്ന് സൂചിപ്പിക്കുന്നതാണ് ഇപ്പോൾ വന്നിട്ടുള്ള രണ്ട് സാഹചര്യങ്ങൾ. അതിലൊന്ന് സമസ്തയുടെ സുപ്രഭാതത്തിൽ വന്നിട്ടുള്ള മുഖപ്രസംഗമാണ്. ആ മുഖപ്രസംഗത്തിൽ വലിയ രൂക്ഷമായ വിമർശനമാണ് അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് സർക്കാർ സ്വീകരിച്ചിട്ടുള്ള നിലപാടിനെതിരെ, അവിടെ കണ്ട കാഴ്ചകൾക്കെതിരെ, സർക്കാരിൻ്റെ ഈ നയം മാറ്റത്തിനെതിരെ ഉയർന്നിട്ടുള്ളത്. സർക്കാർ വിലാസം ഭക്തസംഘം എന്ന പേരിലാണ് ഈ മുഖപ്രസംഗം വന്നിരിക്കുന്നത്. സുപ്രഭാതത്തിൽ വന്നിരിക്കുന്ന ഈ മുഖപ്രസംഗത്തിൽ സർക്കാർ നടത്തുന്നത് ഒരു കൈവിട്ട കളിയാണ് എന്ന വലിയ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. മതേതര നിലപാടിൽ സർക്കാർ ഇരട്ടത്താപ്പ് വരുത്തിയിരിക്കുന്നു എന്ന് വിമർശിക്കുന്നു. മതേതര മനസ്സിനെ നിരന്തരം മുറിവേൽപ്പിക്കുന്നവർക്കൊപ്പം തോളിൽ കൈയിട്ട് നിൽക്കുന്നു എന്ന വിമർശനം ഉന്നയിക്കുന്നു. എത്ര വെള്ളപൂശിയാലും പുള്ളിപ്പുലിയുടെ പുള്ളി ഒരു നാൾ തെളിഞ്ഞു വരും, അതാണ് കാണുന്നത് എന്നതും ഈ ലേഖനത്തിൽ കുറ്റപ്പെടുത്തുകയാണ്. വൈരുദ്ധ്യാത്മക ഭൗതികവാദം ഇന്ത്യൻ സാഹചര്യത്തിൽ പ്രായോഗികമല്ലെന്ന ബോധം കുറച്ചു നാളായി കേരളത്തിലെ CPM-നുണ്ടെന്നും അപ്പോഴും തങ്ങളുടെ വർഗരാഷ്ട്രീയവും പ്രായോഗിക രാഷ്ട്രീയവും മതനിരപേക്ഷ ഉള്ളടക്കത്താൽ ഭദ്രമാണെന്ന് തോന്നിപ്പിക്കാൻ CPM-ന് ഒപ്പം തന്നെ പിണറായി വിജയൻ സർക്കാരിന് കഴിഞ്ഞിരുന്നു എന്നും, എന്നാൽ ഇപ്പോൾ അത് സാധ്യമല്ലാതായിരിക്കുന്നു. അങ്ങനെ എത്ര വെള്ളപൂശിയാലും പുള്ളിപ്പുലിയുടെ പുള്ളി പുറത്തു വരും എന്ന സാഹചര്യവുമാണ്. അപ്പോൾ നിലപാടുകളിൽ വന്നിരിക്കുന്ന മാറ്റം എന്താണ് എന്ന് തുറന്നു കാണിച്ചുകൊണ്ട് അതിനെ കുറ്റപ്പെടുത്തുകയാണ് ഈ സുപ്രഭാതത്തിലെ മുഖപ്രസംഗത്തിലൂടെ ചെയ്തിരിക്കുന്നത്. ഈ മതസൗഹാർദ്ദവും സാഹോദര്യവും ഒന്നും കേരളത്തിന് പുറത്ത് ഒരിടത്തുമില്ല എന്നതായിരുന്നു CPM പറഞ്ഞ് പ്രചരിപ്പിച്ചിരുന്ന ഒരു കാര്യം. CPM എന്ന് മാത്രമല്ല, ഇടത് സഹയാത്രികരും ബുദ്ധിജീവികളും ഒക്കെ അങ്ങനെയാണ് പറഞ്ഞ് പ്രചരിപ്പിച്ചിരുന്നത്. എന്നാൽ അത് വെറും കാപഠ്യമാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു എന്നതാണ് തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും സാഹചര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ലേഖനത്തിൽ വിവരിച്ചിരിക്കുന്ന കാര്യം. അത് രണ്ട് സാഹചര്യങ്ങളാണ്. ഒന്ന്, കർണാടകയിൽ ദസറ ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന ആഘോഷങ്ങളിൽ എഴുത്തുകാരിയും ബുക്കർ പ്രൈസ് ജേതാവുമായ ബാനു മുഷ്താഖിനെ പങ്കെടുപ്പിക്കുന്നതിനെതിരെ വലിയ വിമർശനമുണ്ടായിരുന്നു. പക്ഷേ ആ വിമർശനങ്ങളെ ശക്തിയുക്തം എതിർക്കുകയായിരുന്നു കർണാടക മുഖ്യമന്ത്രി ചെയ്തത്. സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ ഈ പ്രതിഷേധക്കാർ എത്തിയിട്ടും അതിന് പുല്ല് വില പോലും നൽകാതെ അവരെ കൊണ്ടുവരികയും ആ പരിപാടിയിൽ പങ്കെടുപ്പിക്കുകയും മനുഷ്യൻ മതങ്ങൾക്കതീതമായി മനുഷ്യന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു കർണാടക മുഖ്യമന്ത്രി എന്ന കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ നബിദിനാഘോഷത്തിൽ സ്റ്റാലിൻ പങ്കെടുത്തതും അവിടെ സ്റ്റാലിൻ പറഞ്ഞതുമായ കാര്യങ്ങളും ഇതിൽ കോട്ട് ചെയ്തിട്ടുണ്ട്. ന്യൂനപക്ഷ സഹോദരങ്ങൾ വേട്ടയാടുമ്പോൾ കോട്ടകണക്കെ കൂടെ ദ്രാവിഡ മുന്നേറ്റ കഴകം ഉണ്ടാകും എന്നതായിരുന്നു സ്റ്റാലിൻ്റെ വാക്കുകൾ. അപ്പോൾ അതും
ഈ മുഖപ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇത് പറഞ്ഞുകൊണ്ട് ഇടത് സർക്കാരിൻ്റെ ഇടത് ബുദ്ധിജീവികളുടെ ഇരട്ടത്താപ്പ് ചൂണ്ടിക്കാട്ടുകയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ലേഖനത്തിൽ അവർ ചെയ്തിരിക്കുന്നത്. ആർക്കൊപ്പമാണ് വെള്ളാപ്പള്ളിയുടെ മനസ്സെന്ന് കേരളത്തിനറിയാം. എന്നാൽ അദ്ദേഹം അടക്കമുള്ളവരെ തോളിലേറ്റി നടന്ന ഇടതുപക്ഷം വാസ്തവത്തിൽ ആർക്കൊപ്പമാണ് എന്നത് പേടിപ്പിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മുഖപ്രസംഗം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വന്നിട്ടുള്ള വലിയ ആശങ്ക അതാണ് സുപ്രഭാതം ഈ മുഖപ്രസംഗത്തിലൂടെ മുന്നോട്ട് വെക്കുന്നത്. അത് സമസ്തയുടെ ആശങ്കയാണ്. അത് CPM-നെ സംബന്ധിച്ച് അവർ ഭൂരിപക്ഷ വോട്ടുകൾ ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തുന്ന നീക്കമാണ് എങ്കിൽ പോലും അത്ര സുഖകരമായ സാഹചര്യമല്ല ഉണ്ടാക്കുക. ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ ആശങ്ക ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. മുസ്ലിം സമുദായത്തിനെതിരെ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ, ഒപ്പം തന്നെ യോഗി ആദിത്യനാഥിൻ്റെ കുറിപ്പ് അവിടെ വായിച്ചതൊക്കെയുള്ള ആശങ്കയാണ് അവിടെ നിഴലിക്കുന്നത്. അതാണ് ഇതിൽ ഇപ്പോൾ നടക്കുന്ന ചർച്ചകളിൽ CPM-നെ അസ്വസ്ഥപ്പെടുത്തേണ്ട ഒരു കാര്യം. മറ്റൊന്ന്, NSS ജനറൽ സെക്രട്ടറിക്കെതിരെ കരയോഗങ്ങളിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന വലിയ വിമർശനമാണ്. പലരും പരസ്യമായി തന്നെ ആ വിമർശനങ്ങൾ അറിയിക്കുന്നുണ്ട്, അവരുടെ ആ കരയോഗങ്ങളിൽ നിന്ന് പിൻവാങ്ങുന്നുണ്ട്. ഒപ്പം ബാഹുബലിയിലെ കട്ടപ്പയോട് ഉപമിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ കഴിഞ്ഞ ദിവസം പ്രത്യക്ഷപ്പെട്ടിരുന്നു. സമാനമായ നിലയിൽ ഇന്നും അത്തരം പോസ്റ്ററുകൾ വരുന്നുണ്ട്. പിണറായിക്ക് പാദസേവ ചെയ്യുന്ന കട്ടപ്പയായിട്ടാണ് സുകുമാരൻ നായരെ ചിത്രീകരിച്ചിരിക്കുന്നത്. പ്രമാണത്തെ ബാനറിലാണ് ഈ ഒരു വാചകമുള്ളത്. ഇന്നലെ വെട്ടിപ്പുറത്തായിരുന്നു ഇത്തരം ഒരു ബാനർ പ്രത്യക്ഷപ്പെട്ടത്. സുകുമാരൻ നായരുടെ നിലപാടിൽ പ്രതിഷേധിച്ച് ചങ്ങനാശ്ശേരിയിൽ ഒരു കുടുംബത്തിലെ 4 പേർ NSS അംഗത്വം രാജിവെക്കുന്ന സാഹചര്യവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് NSS-ന് ഉള്ളിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ട് എന്നത് CPM-നെ സംബന്ധിച്ച് അവരെ ആശങ്കയിലാക്കേണ്ടുന്ന കാര്യമാണ്. കാരണം NSS ജനറൽ സെക്രട്ടറി ഒപ്പമെന്ന് പറയുമ്പോൾ പോലും അവർക്കിടയിൽ ഉള്ള ആളുകൾക്ക് അതിൽ എതിരഭിപ്രായങ്ങളുണ്ട് എന്ന് അത് പരസ്യമായി തന്നെ രംഗത്ത് വരുന്നു. അത് വലിയ ചർച്ചയാകുന്നു എന്നത് പ്രതീക്ഷിച്ച ഫലം ചെയ്യുമോ എന്ന സംശയങ്ങൾ കൂടി ഉണ്ടാക്കുന്നതാണ്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത്തരം എതിർ സ്വരങ്ങൾ എന്ന് പറയുന്നത് ഈ വലിയ ആശങ്കയ്ക്കിടയിലും അല്പം ആശ്വാസമാണ്. ഇന്ന് VD സതീശനും ഒപ്പം തന്നെ KC വേണുഗോപാലും മാധ്യമങ്ങളെ കണ്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞിരുന്നു. എത്ര നഷ്ടം വന്നാലും ഈ മതേതര നിലപാടിൽ ഒരു മാറ്റവും വരുത്തില്ല എന്നതാണ് VD സതീശൻ പറഞ്ഞത്. ഒപ്പം തന്നെ മറ്റ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞു വന്നത് അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു വന്ന കാര്യങ്ങൾ ഒന്നുകൂടി വിശദീകരിക്കുകയും ചെയ്തു. മറ്റൊരു കാര്യം കൂടി, NSS-ന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെ വർഗീയതയ്ക്കെതിരെ ശക്തമായ നിലപാടെടുത്തിട്ടുള്ള ആൾ എന്ന് വിശേഷിപ്പിക്കാൻ കൂടി VD സതീശൻ ഇന്ന് ശ്രമിച്ചു. CPM ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ഈ മതസാമുദായിക സംഘടനകളെ ഒപ്പം നിർത്താൻ ശ്രമിക്കുന്നത് എന്നതായിരുന്നു KC വേണുഗോപാൽ ഉയർത്തിയ വിമർശനം. ഇരുവരുടെയും പ്രതികരണം ഒന്ന് കാണാം. NSS-നടക്കമുള്ള സമുദായ സംഘടനകൾക്ക് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം, അവരുടെ സ്വാതന്ത്ര്യമാണ്. ഞങ്ങൾക്ക് അതിൽ യാതൊരു പരാതിയില്ല. ഞങ്ങളുടെ തീരുമാനം രാഷ്ട്രീയമായ തീരുമാനമാണ്. യോഗി ആദിത്യനാഥ് പിണറായി വിജയന് പറ്റിയ നല്ല കൂട്ടുകാരനാണ്, ഒരു സംശയ കാര്യത്തിലില്ല. ആ കൂട്ടുചേർന്ന് പോട്ടെ. ഞങ്ങൾ കേരളത്തിൻ്റെ മതേതര മനസ്സിൻ്റെ മുന്നിൽ ഈ വർഗീയവാദത്തെ ഞങ്ങൾ പൊളിച്ചു കാട്ടും. അതാണ് ഞങ്ങളുടെ ജോലി, ഞങ്ങളത് ചെയ്യും കൃത്യമായി. വർഗീയവാദികളെ NSS-ന്റെ അടിച്ചതിൻ്റെ അകത്തേക്ക് അദ്ദേഹം കയറ്റാൻ ഇതുവരെ സമ്മതിച്ചിട്ടില്ല. അതൊരു ഉറച്ച നിലപാടാണ്. ആ ഉറച്ച നിലപാട് അദ്ദേഹം സ്വീകരിച്ചതിന് ഞങ്ങൾ അഭിനന്ദിച്ചിട്ടുണ്ട്. ഞങ്ങളും അദ്ദേഹവുമായിട്ടോ NSS-ഉമായിട്ടോ ഒരു തർക്കമില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെ CPM ന്യൂനപക്ഷ പ്രീണനമാണ് നടത്തിയത്. അത് കഴിഞ്ഞപ്പോൾ ഉടനെ ഭൂരിപക്ഷ പ്രീണനമായി. ആരോടും ആത്മാർത്ഥയില്ല. ഞങ്ങൾക്കൊരു ടെൻഷനും ഇല്ല. ഞങ്ങൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പും പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷവും ഇനി വരാനിരിക്കുന്ന നാളുകളിലും ഒറ്റ നിലപാടാണ്, ഒരു വ്യത്യാസം ഉണ്ടാകും. കർമ്മങ്ങൾ കൂടി ആലോചിച്ചിട്ട് ഇത്തരം ശ്രമങ്ങൾ നടത്തുമ്പോൾ എന്താണ് ഫലമുണ്ടാകുക എന്നുള്ളത് കാത്തിരുന്ന് കാണുക. ജനങ്ങൾ വിഡ്ഢികളല്ല. കാരണം അവർ ചെയ്ത കാര്യങ്ങളെല്ലാം പബ്ലിക് ഡൊമൈനിലുണ്ട്. ഞങ്ങളാരും സമുദായ സംഘടനകളെ വെല്ലുവിളിക്കാറില്ല. ഞങ്ങളാരും ആരെയും അപകീർത്തിപ്പെടുത്താറില്ല. ഇതെല്ലാം ചെയ്തത് CPM-ഉം ഗവൺമെൻറ്റുമാണ്. അപ്പോൾ അവരിപ്രാവശ്യം തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് അത് തൊട്ടു മുമ്പേ കൂടി നടത്തുന്ന ഇത്തരം പരിശ്രമങ്ങൾ മനസ്സിലാക്കാനുള്ള ശേഷിയുള്ളവരാണ് കേരള ജനത എന്നുള്ളത് ഉറപ്പാണെന്നാണ് ഞാൻ പറയുന്നത്. CPM-നെ സംബന്ധിച്ച്, ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അവർ 2 ടേം ഭരണത്തിലിരുന്നവരാണ്. അപ്പോൾ
തീർച്ചയായും ഭരണവിരുദ്ധ വികാരം എന്നൊക്കെ പറയാം, അതിനുള്ളൊരു സെന്റിമെന്റ്സ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അതിനെ മറികടന്ന് മൂന്നാമതൊരു ടേം കൂടി ലക്ഷ്യമിട്ടാണ് ഇടതുപക്ഷത്തിന്റെ നീക്കം. അതിന് സാധ്യമായ എല്ലാ മാർഗവും അവർ തേടുകയാണ്. അതിൽ കഴിഞ്ഞ തവണകളിൽ ഉണ്ടായിട്ടുള്ള തിരിച്ചടികളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ടുള്ള സമീപനമാണ്. അത് യൂട്ടേണായും ഇരട്ടത്താപ്പായും ഒക്കെ കണ്ടു നിൽക്കുന്നവർക്ക് തോന്നുമെങ്കിൽ പോലും അത് രാഷ്ട്രീയമായി വളരെ തന്ത്രപൂർവ്വം മെനഞ്ഞെടുക്കുന്ന നീക്കങ്ങളാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അവർക്ക് ആഹ്ലാദം നൽകുന്നത് തന്നെയാണ്. അതിൻ്റെ ആശങ്ക കോൺഗ്രസിനുണ്ട് എന്നത് നമുക്ക് നിസ്സംശയം പറയാം. പക്ഷേ ഉയരുന്ന എതിർ സ്വരങ്ങൾ അത് പിടിവള്ളിയാക്കി മുന്നോട്ട് പോകാനാണ് കോൺഗ്രസും ശ്രമിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ കണ്ടതാണ്. NSSനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നേതാക്കൾ നേരിട്ടെത്തി തന്നെ നടത്താൻ കോൺഗ്രസ് തീരുമാനിക്കുന്നത്. അത് തിരിച്ചടിയാണ് ആ സാഹചര്യം എന്നത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. എന്തായാലും ഒരു 2 തെരഞ്ഞെടുപ്പുകൾ വരുന്ന സാഹചര്യം സംസ്ഥാനത്ത് വരുമ്പോൾ ഈ മത്സരം തീ പാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്താനുള്ള വലിയ തന്ത്രപരമായ നീക്കം രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഭരണവിരുദ്ധ വികാരം ഞങ്ങളെ അങ്ങ് ജയിപ്പിക്കും എന്ന് പറഞ്ഞിരുന്നാൽ അതവിടെ ഇരിക്കുകയേ ഉള്ളൂ എന്ന ശക്തമായ തോന്നൽ ഉണ്ടാക്കാൻ CPMന്റെ രാഷ്ട്രീയ നീക്കങ്ങൾക്ക്, ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ് ഒരു നിർണായക കൂടിക്കാഴ്ച അമേരിക്കയിൽ നടക്കുന്നതിൻ്റെ വിവരം. അത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെ ട്രംപുമായുള്ള കൂടിക്കാഴ്ചയായിരുന്നു. പ്രതീക്ഷിച്ചിരുന്നത് പോലെ തന്നെ ആ കൂടിക്കാഴ്ചയിൽ സൈനിക മേധാവി അസീം മുനീറും ഉണ്ടായിരുന്നു. അതിൻ്റെ വലിയ ഊഷ്മളമായ സൗഹൃദത്തിൻ്റെ ദൃശ്യങ്ങൾ വൈറ്റ് ഹൗസിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. വൈറ്റ് ഹൗസിൽ, ഓവൽ ഹൗസിൽ ആണ് ഈ കൂടിക്കാഴ്ച നടന്നത്. വളരെ ഊഷ്മളമായ ബന്ധം, മഹത്തായ നേതാക്കൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രംപ് ഈ കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങൾ പുറത്തുവിട്ടിട്ടുള്ളത്. ഊഷ്മളമായ സൗഹൃദം പുറത്തേക്ക് ആ മെസ്സേജ് നൽകുന്ന തരത്തിലുള്ള കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ഫോട്ടോസൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്താണ് ഈ കൂടിക്കാഴ്ചയുടെ റിസൾട്ട് എന്ന കാര്യത്തിൽ യാതൊരു വിവരങ്ങളും പുറത്തു വരുന്നില്ല എന്നതാണ്. നേതാക്കന്മാരെ ഞങ്ങൾ കണ്ടു, സംസാരിച്ചു എന്നതിനപ്പുറം എന്തൊക്കെ വിഷയങ്ങളിൽ ചർച്ച നടന്നെന്നോ, എന്തൊക്കെ തീരുമാനങ്ങൾ ഉരുത്തിരിഞ്ഞുവെന്നോ, ഏതൊക്കെ രീതിയിൽ ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള സഹകരണം മെച്ചപ്പെടുത്തുമെന്നോ മുന്നോട്ട് കൊണ്ടുപോകുമെന്നോ ഉള്ള ഒരു വ്യക്തതയും മാധ്യമങ്ങൾക്ക് നൽകിയിട്ടില്ല എന്നതാണ് ഈ കൂടിക്കാഴ്ചയിൽ ഏറ്റവും ശ്രദ്ധേയമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. സാധാരണ നിലയിൽ രാഷ്ട്രതലവന്മാർ കണ്ടാൽ അതിനുശേഷം ഇരു രാഷ്ട്രതലവന്മാരും മാധ്യമങ്ങളെ കാണുകയും അങ്ങനത്തെ ബ്രീഫിംഗ് നടത്തുകയും കൃത്യമായി വിവരങ്ങൾ പറയുകയും മാധ്യമങ്ങൾക്കുള്ള ചോദ്യങ്ങൾക്കുള്ള വിവരങ്ങൾ പുറത്തുവിടുകയും ഒക്കെ ചെയ്യുന്നതാണ്. പക്ഷേ അത്തരം നീക്കങ്ങളൊന്നും ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഉണ്ടായിട്ടില്ല എന്നതാണ് വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കാരണം ഈ കൂടിക്കാഴ്ചയിലെ ചർച്ച ചെയ്ത വിഷയങ്ങൾ, അതിൽ ഉരുത്തിരിഞ്ഞിട്ടുള്ള തീരുമാനങ്ങളൊക്കെയും ഇപ്പോഴും ദുരൂഹമാണ് അല്ലെങ്കിൽ രഹസ്യമാണ് എന്നതാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. ഈ കൂടിക്കാഴ്ചയുടെ പ്രത്യേകതകൾ നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ സൂചിപ്പിച്ചിരുന്നതാണ്. 2019 ശേഷം ഒരു അമേരിക്കൻ പ്രസിഡന്റ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ നേരിൽ കാണുന്നു വൈറ്റ് ഹൗസിൽ എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഇതിൻ്റെ പ്രത്യേകത. 2019 ഇമ്രാൻഖാൻ പ്രധാനമന്ത്രിയായിരുന്നപ്പോഴാണ് ഇതിനു മുൻപ് ഇത്തരമൊരു കൂടിക്കാഴ്ച നടന്നത്. അതിനുശേഷം വലിയ രീതിയിൽ ഒരു ചർച്ചയും ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടില്ല. ടെലഫോണിക് സംഭാഷണങ്ങൾ പോലും നടന്നിട്ടില്ല എന്നതാണ് മനസ്സിലാകുന്നത്. പിന്നീടുണ്ടായിരുന്നത് ട്രംപുമായി അസീം മുനീർ അദ്ദേഹത്തിൻ്റെ ആതിഥ്യം സ്വീകരിച്ചുകൊണ്ട് അവിടെ എത്തിയ വിരുന്നിൽ പങ്കെടുത്ത കാര്യമാണ്. അത് സാധാരണയുള്ള എല്ലാ തരത്തിലുമുള്ള ശൈലികൾക്കും വിരുദ്ധമായിരുന്നു ഒരു സൈനിക മേധാവിയുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്തിയെന്നത്. എന്തായാലും ഈ കൂടിക്കാഴ്ചയിൽ ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടും വ്യാപാരം മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടും ഒക്കെയുള്ള വലിയ രീതിയിലുള്ള ചർച്ചകൾ നടന്നു. പാകിസ്ഥാന് ചില ഉറപ്പുകൾ ലഭിച്ചു എന്നതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ട്രംപ് പാകിസ്ഥാനെ കൂടുതൽ ചേർത്ത് നിർത്തുന്നു എന്നത് വളരെ വ്യക്തമാണ്. അതിൻ്റെ സന്ദേശം ഇതിനു മുൻപ് പലതവണ ട്രംപ് നൽകിയിട്ടുള്ളതാണ്. ഒരു ഘട്ടത്തിൽ പാകിസ്ഥാനെ ഈ ഭീകരതയുടെ സ്പോൺസർമാർ എന്ന് പറഞ്ഞുകൊണ്ട് അകറ്റി നിർത്തിയിരുന്നു അമേരിക്ക കുറച്ചൊക്കെ. പക്ഷേ അതിൽ നിന്നൊക്കെ മാറി പാകിസ്ഥാനെ ഒപ്പം നിർത്തുന്ന സമീപനത്തിലേക്ക് ട്രംപ് എത്തിയിരിക്കുന്നു എന്നത് നേരത്തെ തന്നെ വ്യക്തമായതാണ്. ട്രംപിനെ സംബന്ധിച്ച് അവിടെ ചില വ്യക്തിപരമായ താല്പര്യങ്ങൾ കൂടി ട്രംപിനുണ്ട്. അവിടുത്തെ ധാതു ലവണങ്ങൾ
ഖനികൾ, അതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ബിസിനസ് താല്പര്യങ്ങൾ ട്രംപിനുണ്ട്. ട്രംപും മക്കളും ഒപ്പം തന്നെ സുഹൃത്തും ഉൾപ്പെടുന്ന ക്രിപ്റ്റോ കറൻസി വ്യാപാരവുമായി ബന്ധപ്പെട്ടുള്ള ബിസിനസ് സംരംഭം അവിടെ ശക്തിപ്പെടുത്തേണ്ടത് ട്രംപിൻ്റെ കൂടി ആവശ്യമാണ്. അതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ചർച്ചകൾ ഉണ്ടായിട്ടുണ്ടാകും സ്വാഭാവികമായും എന്ന് കരുതപ്പെടുന്നു. ട്രംപിന് നൊബേൽ സമ്മാനം എന്നൊരാഗ്രഹമുണ്ട്. അതിന് പാകിസ്ഥാൻ ട്രംപിനെ നിർദ്ദേശിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ ട്രംപിന്റെ ആവശ്യങ്ങൾക്കൊത്തു തുള്ളുന്ന ഒരു രാഷ്ട്രം എന്ന നിലയിൽ പാകിസ്ഥാനെ ഒപ്പം നിർത്തുന്നത് ട്രംപിനെ സംബന്ധിച്ച് അല്പം ഗുണമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ട്രംപ് അത് ചെയ്യുന്നു, അവരെ ഒപ്പം നിർത്താനുള്ള ശ്രമം നടത്തുന്നു. അത് പാകിസ്ഥാനെ സംബന്ധിച്ച് ഇന്ത്യയുമായി പ്രശ്നങ്ങൾ ഉടലെടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാനെ സംബന്ധിച്ച് അങ്ങനെ ഒരു സപ്പോർട്ട് ഉണ്ടാകേണ്ടത് അവരുടെയും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അവർ ട്രംപിനെ ഒപ്പം നിർത്താനുള്ള ശ്രമങ്ങൾ ചെയ്യുന്നു. ഇന്ത്യ പാക് യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് ഇടപെട്ടു എന്ന പച്ചക്കള്ളം പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. പാകിസ്ഥാനിൽ നിന്ന് തന്നെയുള്ള നേതാക്കൾക്ക് അത് തള്ളിപ്പറയേണ്ടി വന്നു. ഇഷാഖ് ഘർ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ മറ്റൊരു രാഷ്ട്രത്തിൻ്റെയും ഇടപെടൽ ഇന്ത്യ അനുവദിച്ചില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പോലും ട്രംപിൻ്റെ താല്പര്യങ്ങൾക്കനുസൃതമായ ചില പ്രതികരണങ്ങൾ പാകിസ്ഥാനിൽ നിന്നുണ്ടായിട്ടുണ്ട് എന്നതുകൂടി നമ്മൾ കാണണം. ഒപ്പം തന്നെ നൊബേൽ സമ്മാനത്തിന് ശുപാർശ ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള സമീപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ട്രംപിനെ സംബന്ധിച്ചും അവിടെ ചില താല്പര്യങ്ങളുണ്ട്. പാകിസ്ഥാനുമായി ചില രഹസ്യ ഇടപാടുകൾ ട്രംപിനെ സംബന്ധിച്ചുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ അതിനെ ആ സംശയങ്ങൾ ജനിപ്പിച്ചുകൊണ്ട് തന്നെ വീണ്ടും അസീം മുനീറുമായി ഒരു കൂടിക്കാഴ്ച വൈറ്റ് ഹൗസിൽ നടക്കുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരാതിരിക്കുന്നു. മികച്ച നേതാക്കൾ എന്ന് പ്രശംസിച്ചുകൊണ്ട് ട്രംപ് രംഗത്ത് വരുന്നു. ഓവൽ ഓഫീസിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് മഹത്തായ 2 നേതാക്കൾ വരുന്നുണ്ട് എന്ന് ട്രംപ് പറയുകയും അവരെ ആ രീതിയിൽ വിശേഷിപ്പിച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് വാർത്ത നൽകാൻ കഴിയുന്ന സാഹചര്യം ട്രംപ് സൃഷ്ടിക്കുകയും ചെയ്തത്. പക്ഷേ ഈ 2 നേതാക്കന്മാർക്കും 1 മണിക്കൂറോളം ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കേണ്ടി വന്നു എന്ന സാഹചര്യമൊക്കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് 1 മണിക്കൂറിലേറെ സമയം കാത്തിരിക്കേണ്ടി വരുന്നു. സാധാരണ അത്തരം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള കൂടിക്കാഴ്ചകൾക്ക് അങ്ങനെ സമയം വൈകുന്നതൊന്നും സാധാരണയല്ല. പക്ഷേ അവർക്ക് അങ്ങനെ ഇരിക്കേണ്ടി വന്നു ഓവൽ ഓഫീസിന് മുന്നിൽ എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ട്രംപ് മഹത്തായ 2 നേതാക്കൾ വരുന്നു എന്ന അഭിസംബോധനയോടുകൂടിയാണ് ഈ കൂടിക്കാഴ്ചയിലേക്ക് പോകുന്നത്. പിന്നീട് മുറിയടച്ചിട്ടുള്ള കൂടിക്കാഴ്ചയായിരുന്നു. പക്ഷേ അതിലെന്തൊക്കെ തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വളരെ സൂക്ഷ്മമായി ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ പാകിസ്ഥാനുമായി തുടരുന്ന ബന്ധത്തിൽ വന്നിട്ടുള്ള കാലുഷ്യം, ഒപ്പം തന്നെ പാകിസ്ഥാൻ അമേരിക്കയുമായി ശക്തമായ ഒരു ബന്ധത്തിലേക്ക് എത്തുന്നത്, അമേരിക്ക ഇന്ത്യക്ക് മേൽ നടപടികൾ കർശനമാക്കുന്നതൊക്കെ സാഹചര്യങ്ങൾ സൂക്ഷ്മമായി ഇന്ത്യൻ അതോറിറ്റികൾ നിരീക്ഷിച്ചു വരികയാണ്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഒരുപക്ഷെ തീരുമാനമായി തന്നെ വരും മണിക്കൂറുകളിൽ എന്തൊക്കെയാണ് ഉടലെടുത്തിട്ടുള്ള തീരുമാനങ്ങളെന്ന് അറിയാം. അല്ലെങ്കിൽ ട്രംപിൻ്റെ തന്നെ വാക്കുകളിലൂടെ അത് പുറത്തു വരും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ ചർച്ചകൾ ഇന്ത്യയെ സംബന്ധിച്ച് അത്ര സുഖകരമല്ല. ട്രംപ് മോദി കൂടിക്കാഴ്ചയൊക്കെ നടക്കാനിരിക്കുന്നു എന്ന് കരുതുന്നു. ട്രംപ് തന്നെ അതിൻ്റെ സൂചനകൾ നൽകിയിട്ടുണ്ട് എങ്കിൽ പോലും പാകിസ്ഥാനുമായി ഊഷ്മളമായ സൗഹൃദത്തിൻ്റെ ദൃശ്യങ്ങൾ അല്ലെങ്കിൽ സന്ദേശം അമേരിക്ക അടിക്കടി നൽകുന്നത് അസീം മുനീറുമായിട്ടൊക്കെ നടക്കുന്ന ഈ പരിധി വിട്ടുള്ള കൂടിക്കാഴ്ചയും ആശയവിനിമയങ്ങളും ഇന്ത്യയെ സംബന്ധിച്ച് എന്തായാലും അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്നത് തന്നെയാണ്. ഒരിടവേളയ്ക്ക് ശേഷം നമുക്ക് തിരിച്ചെത്താം. ട്രംപിൻ്റെ ഇന്ത്യക്ക് മേലുള്ള ആഘാതങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് തീരുവ ഇനത്തിൽ 50% തീരുവ ഉയർത്തിക്കൊണ്ട് നമ്മൾ കണ്ടതാണ്. അതിനെ നേരിടാൻ ഇന്ത്യ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിന് പിന്നാലെയാണ് H-1B വിസയുമായി ബന്ധപ്പെട്ടുള്ള വലിയ പ്രഹരം ട്രംപിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അത് സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് ഇന്ത്യ. അതിൻ്റെ ആശങ്കകൾ ഇന്ത്യ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് അങ്ങോട്ട് അതിൻ്റെ ആഘാതം മാറും മുൻപ് തന്നെ അടുത്ത ആഘാതം ഏൽപ്പിച്ചിരിക്കുകയാണ് ട്രംപ്. അത് അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന മരുന്നുകളുടെ താരിഫ് 100%
ഉയർത്തിക്കൊണ്ടാണ്, തീരുവ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് അടുത്ത പ്രഹരം ഇന്ത്യക്ക് ഏൽപ്പിക്കുന്നത്. ഒക്ടോബർ 1 ഈ പുതിയ തീരുവ നിലവിൽ വരും. അമേരിക്കയിൽ മരുന്ന് ഫാക്ടറികൾ സ്ഥാപിച്ച് വിപണനം നടത്തുകയാണെങ്കിൽ ഈ തീരുവയിൽ ഇളവ് വരും എന്ന ഒരു ക്ലോസ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാകുന്ന നീക്കമാണ് ഇപ്പോൾ ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ബ്രാൻഡഡ് ആയിട്ടുള്ള, പേറ്റന്റഡ് ആയിട്ടുള്ള മരുന്നുകൾക്ക് ആണ് ഇപ്പോൾ ഇങ്ങനെ നികുതി ഭാരം അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. അതിനു പുറമെ ഹെവി ട്രക്കുകൾക്ക് 25%, അടുക്കളയിലെ ക്യാബിനറ്റുകൾ, ബാത്റൂമിലെ സിങ്ക് ബോക്സുകൾ എന്നിവയ്ക്കും ഒക്ടോബർ 1 പ്രാബല്യത്തിൽ വരും വിധം 50% എന്നിങ്ങനെ തീരുവ ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ട്രംപിന്റെ വാക്കുകളിൽ ട്രംപ് പിന്നെ ട്രൂത്ത് സോഷ്യലിലൂടെ സംസാരിക്കുമ്പോൾ പറയുന്നത് ഈ 100% വളരെ ചെറിയ നികുതിയാണ്, 150,000 200,000 ഒക്കെ ഉയർത്തുന്ന കാര്യം തന്റെ പരിഗണനയിലാണ് എന്നൊരു ഭീഷണി കൂടി ട്രംപ് മുഴക്കുന്നുണ്ട് എന്ന കാര്യം നോക്കണം. ഇന്ത്യയെ സംബന്ധിച്ച് മരുന്ന് കയറ്റുമതി എന്നത് വളരെ പ്രാധാന്യത്തോടെയുള്ളതാണ്. നമ്മുടെ സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ പ്രാധാന്യമുള്ളതാണ്. കാരണം ഇത് നമ്മളുടെ വരുമാനത്തിൻ്റെ ഒരു മേജർ പോർഷൻ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ സമ്പദ് വ്യവസ്ഥയെ തന്നെ പിടിച്ചു കുലുക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു നീക്കമാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. യൂറോപ്യൻ യൂണിയനെയും കാനഡയെയും ഒക്കെ ഇത് ബാധിക്കുമെങ്കിലും ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത്. അതിൻ്റെ സൂചനകൾ ഇന്ന് ഓഹരി വിപണിയിൽ തന്നെ വന്നുകൊണ്ടിരുന്നു. സൺ ഫാർമയുടെയും ഒപ്പം തന്നെ മറ്റ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെയും ഒക്കെ ഓഹരികൾ 4-5% വരെ ഇടിവ് രേഖപ്പെടുത്തുന്നത് നമ്മൾ കണ്ടതാണ്. ആ രീതിയിൽ ഇന്ത്യയുടെ കയറ്റുമതി മേഖലയെ വലിയ രീതിയിൽ പ്രഹരിക്കാൻ കഴിയുന്ന ഒരു തീരുമാനമാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഈ 50% തീരുവ ഏർപ്പെടുത്തുന്ന ഘട്ടത്തിൽ തന്നെ അത് വിശകലനം ചെയ്യുമ്പോൾ ട്രംപ് ഈ ഫാർമസ്യൂട്ടിക്കൽസിനെ ഒഴിവാക്കിയത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. അത് ചില കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നത് അമേരിക്ക മരുന്ന് വാങ്ങുന്നവരിൽ പ്രധാനികൾ ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് മരുന്ന് വാങ്ങുന്നതിൽ ഇത്തരം താരിഫ് വർധന കൊണ്ടുവന്നാൽ അത് അവിടെ മരുന്ന് ക്ഷാമത്തിനിടയാക്കും, ആഭ്യന്തരമായി അത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. ആ സാഹചര്യം ഒഴിവാക്കാനാണ് ട്രംപ് ഫാർമസ്യൂട്ടിക്കൽസിനെ ഒഴിവാക്കിക്കൊണ്ട് അത്തരം ഒരു തീരുമാനം എടുത്തത് എന്നതാണ് അന്ന് വിലയിരുത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ അതിനും ട്രംപ് മടിക്കുന്നില്ല എന്ന വലിയ സന്ദേശമാണ് നൽകുന്നത്. ട്രംപിനെ സംബന്ധിച്ച് ട്രംപ് എന്തും ചെയ്യും എന്ന് നമ്മൾ പറയാറുണ്ട്. ആ രീതിയിൽ എന്തും ചെയ്യും എന്ന സൂചനയുമില്ല. അപ്പോൾ പോലും തൻ്റെ മാഗ നയം ചൂണ്ടിക്കാട്ടി അതിനെ പ്രതിരോധിക്കുകയാണ് ട്രംപ് ചെയ്യുന്നത്. അതിലൊരു ക്ലോസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അവിടെ ഫാക്ടറികൾ തുടങ്ങുകയാണെങ്കിൽ ഈ താരിഫിൽ നിന്ന് രക്ഷപ്പെടാമെന്നതാണ്. ഇനിയിപ്പോൾ ഫാക്ടറികൾ ഉൽപാദനക്ഷമമാകണമെന്ന് പോലുമില്ല, ഫാക്ടറികൾക്കുള്ള തറക്കല്ലിട്ടാൽ പോലും ഈ താരിഫിൻ്റെ വർധനയിൽ നിന്ന് അവർക്ക് ഒഴിവാകാൻ പറ്റുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടും എന്നതാണ്. അപ്പോൾ അങ്ങനെ ആളുകളെ ആകർഷിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് എന്നതാണ് ട്രംപ് സൂചിപ്പിക്കുന്നത്. നമുക്ക് ഈ സാമ്പത്തിക വർഷവുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ എടുത്താൽ എത്ര വലിയ ആഘാതമാണ് ഇതുണ്ടാക്കുന്നതെന്ന് മനസ്സിലാകും. ഈ ഫാർമ മേഖലയിൽ $27.9 ബില്യൺ കയറ്റുമതിയാണ് ഇന്ത്യക്ക് നടന്നിട്ടുള്ളത്. ഇതിൽ 31%, അത് രൂപയിൽ പറയുകയാണെങ്കിൽ ഏതാണ്ട് 77,231 കോടി രൂപ അമേരിക്കയിലേക്കാണ് നടന്നത്. 2024-25 കണക്കുകളാണത്. അപ്പോൾ 31% കയറ്റുമതിയും ഫാർമ മേഖലയിൽ നടക്കുന്നത് അമേരിക്കയിലേക്കാണ്. 2025-26 ഇതുവരെയുള്ള കണക്ക് നോക്കിയാൽ ആദ്യ പകുതിയിൽ മാത്രം $3.7 ബില്യൺ, ഏതാണ്ട് 32,505 കോടി രൂപയുടെ ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങളാണ് ഇന്ത്യയിൽ നിന്ന് US കയറ്റുമതി ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്ര വലിയ ഷെയർ നമ്മളുടെ ഫാർമസ്യൂട്ടിക്കൽ കയറ്റുമതി മേഖലയിലെ കയറ്റുമതിയിൽ അത്ര വലിയൊരു ഷെയർ അമേരിക്കയിലേക്കാണ്. അതുകൊണ്ട് തന്നെ അവിടെ തീരുവ വർധന ഉണ്ടാകുമ്പോൾ മറ്റ് വിപണികൾ കണ്ടെത്തേണ്ടുന്ന സാഹചര്യം വരും, ലഭിക്കുന്ന വരുമാനത്തിൽ ഇടിവ് വരും. ഇപ്പോൾ തന്നെ ഓഹരി വിപണിയിൽ ഉൾപ്പെടെ നേരിടുന്ന തിരിച്ചടി അതിൻ്റെ ഭാഗമാണ്. ജനറിക് മരുന്നുകളിൽ 45%, ബയോസിലിമർ മരുന്നുകളിൽ 15% ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതാണ്. പക്ഷേ ഇതിൽ ജനറിക് മരുന്നുകളിൽ ഇപ്പോൾ കൈവച്ചിട്ടില്ല എന്നത് നമുക്ക് ആശ്വാസകരമാണ്. പക്ഷേ ട്രംപ് ആയതുകൊണ്ട് തന്നെ അത് ഉടനെയൊന്നും ഉണ്ടാകില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കുക വയ്യ. എപ്പോൾ വേണമെങ്കിലും അത്തരമൊരു തീരുമാനം ഉണ്ടാകാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ദീർഘകാല ആശ്വാസമൊന്നും അക്കാര്യത്തിലില്ല. ഫാർമ ഓഹരികൾക്ക് വലിയ തിരിച്ചടി നേരിട്ടു എന്ന് പറയുമ്പോൾ തന്നെ അത് സൺ ഫാർമ, ഡോക്ടർ റെഡ്ഡീസ് ലാബ്, സിപ്ല തുടങ്ങിയ ഓഹരികളെയാണ് ഇപ്പോൾ ബാധിച്ചിരിക്കുന്നത്. പക്ഷേ ഈ സിപ്ലയ്ക്കൊക്കെ തന്നെ അമേരിക്കയിൽ കമ്പനികൾ ഉള്ളതുകൊണ്ട് അവർക്കൊന്നും
ദീർഘകാലാടിസ്ഥാനത്തിൽ ഇത് ബാധിക്കില്ല എന്ന് കരുതപ്പെടുന്നു. അമേരിക്കയിൽ നിർമ്മാണ യൂണിറ്റുകൾ ഇല്ലാത്ത കമ്പനികളെയാണ് വലിയ രീതിയിൽ ഇത് ബാധിക്കുക. ഈ ബ്രാൻഡഡ് മരുന്നുകളെക്കാൾ വില കുറഞ്ഞ ജനറിക് മരുന്നുകളാണ് ഇന്ത്യയിൽ നിന്ന് കൂടുതലായും അമേരിക്കയിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇനി ആ മേഖലയിൽ കൂടി ട്രംപ് കൈവെക്കുമോ എന്ന ഒരു ആശങ്ക ശക്തമായിട്ടുണ്ട്. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ച് തീരുവ പ്രഖ്യാപനം, H1B വിസ, അതിന് പിന്നാലെ എടുത്തിരിക്കുന്ന ഈ തീരുമാനം വലിയ ആശങ്ക സൃഷ്ടിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ അവിടെ അമേരിക്കയിലെത്തുകയും ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു. വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലും അവിടെ എത്തുകയും ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു. നവംബറോടുകൂടി വാണിജ്യ കരാർ യാഥാർത്ഥ്യമാകും എന്ന സാധ്യതകൾ സജീവമായിരിക്കുകയാണ്. വീണ്ടും ട്രംപിൽ നിന്ന് ഇന്ത്യക്ക് മേൽ പ്രഹരമുണ്ടാകുന്നത്. ഇന്ത്യ ഔദ്യോഗികമായ ഒരു പ്രതികരണവും ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടില്ല. പക്ഷേ പ്രാദേശികമായി BJP നേതാക്കന്മാരും മുഖ്യമന്ത്രിമാരുമൊക്കെ ഇതിനെ ഇന്ത്യ നേരിടും എന്ന തരത്തിൽ പ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ട്. ഇന്ത്യയെ ഒരു തരത്തിലും ഉലയ്ക്കാൻ കഴിയില്ല എന്ന പ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ട്. എങ്കിൽ പോലും ഇന്ത്യയെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ്. സമ്പദ് മേഖലയെ ആകെ ഉലയ്ക്കാൻ പറ്റുന്ന തീരുമാനമാണ് ഇത്. ഇവിടം കൊണ്ടും അവസാനിക്കില്ല എന്ന സൂചനകൾ കൂടി നൽകുന്നു. കാരണം ഈ താരിഫ് 50% ഉയർത്തിയതിൽ നിന്ന് കുറവ് വരും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ഘട്ടത്തിലാണ് അന്നൊഴിവാക്കിയ ഫാർമസ്യൂട്ടിക്കൽ മേഖലയ്ക്ക് കൂടി കൂടുതൽ തീരുവ ഏർപ്പെടുത്തുന്നത്. അത് ചെറുതാണെന്നും കൂടുതൽ തീരുവ ഉടൻ ഉണ്ടാകും എന്ന സൂചനകൾ കൂടി ട്രംപ് നൽകുമ്പോൾ ഇന്ത്യ കരുതിയിരിക്കണം എന്ന് തന്നെയാണ്. ഇത് ഉടനൊന്നും പരിഹരിക്കപ്പെടുന്നില്ല എന്നൊരു സൂചനകൾ കൂടി ട്രംപ് നൽകുന്നുണ്ട്. ഒരു പക്ഷേ വ്യാപാര കരാർ നവംബറിൽ യാഥാർത്ഥ്യമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെങ്കിൽ അതിലുള്ള കൂടുതൽ സമ്മർദ്ദ തന്ത്രം എന്ന നിലയിലാകാം ഒരുപക്ഷെ ഇത്തരമൊരു തീരുമാനം പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. എന്തായാലും കരുതലോടുകൂടിയാണ് ഇന്ത്യ നീങ്ങുന്നത്. സ്വാശ്രയത്വം ഒന്നുകൊണ്ട് മാത്രമേ ഇത്തരം ഭീഷണികളെ നേരിടാൻ കഴിയുകയുള്ളൂ എന്നത് പ്രധാനമന്ത്രി സൂചിപ്പിച്ചതാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ച് ആ രീതിയിൽ കൂടി അതിനെ കെട്ടിപ്പടുക്കുന്നതിനുള്ള ശ്രദ്ധ ചെലുത്താൻ ഇത്തരം സാഹചര്യങ്ങൾ ഉപകരിക്കട്ടെ എന്ന് നമുക്ക് കരുതാം. ഏഷ്യ കപ്പിന് ഫൈനൽ ഞായറാഴ്ചയാണ് നടക്കാൻ പോകുന്നത്. അതൊരു സ്വപ്ന ഫൈനലായി മാറിയിരിക്കുന്നു. ഇന്നലെ പാകിസ്ഥാൻ ബംഗ്ലാദേശ് മത്സരത്തിൽ പാകിസ്ഥാൻ ജയിച്ചതോടുകൂടിയാണ് ഇന്ത്യ പാകിസ്ഥാൻ സ്വപ്ന ഫൈനൽ യാഥാർത്ഥ്യമാകുന്നത്. ഞായറാഴ്ച ഫൈനൽ മത്സരം നടക്കും. അപ്പോൾ ഇന്ത്യ ഫൈനലിൽ പാകിസ്ഥാനെ നേരിടാനിറങ്ങുകയാണ്. 2 മത്സരങ്ങൾ പാകിസ്ഥാനുമായി ഈ ഏഷ്യ കപ്പിൽ ഇന്ത്യ കളിച്ചിരുന്നു. 2ലും ഇന്ത്യക്കായിരുന്നു ജയം. അത് വലിയ ആത്മവിശ്വാസം ഇന്ത്യയെ സംബന്ധിച്ച് നൽകുന്നുണ്ട്. അപ്പോൾ ഏഷ്യ കപ്പ് ഫൈനലിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു ഫൈനൽ മത്സരം നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ചരിത്രപരമായ ഒരു പ്രാധാന്യം കൂടി ഈ ഞായറാഴ്ച നടക്കാൻ പോകുന്ന ഏഷ്യ കപ്പിന്റെ ഫൈനലിനുണ്ട്. ഏഷ്യ കപ്പിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു ഫൈനൽ മത്സരം നടന്നിട്ടില്ല. പക്ഷേ ഫൈനലിനേക്കാൾ ആളുകൾ കാത്തിരുന്ന മത്സരങ്ങൾ ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. അതിനേക്കാൾ വീറും വാശിയുമേറിയ മത്സരങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും ഫൈനലിൽ ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ ഞായറാഴ്ച ഏറ്റുമുട്ടാനിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രാധാന്യമേറിയ കാര്യം. അതുമാത്രവുമല്ല, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷം ഉണ്ടാവുകയും യുദ്ധസമാനമായ സംഘർഷം ഉണ്ടാവുകയും ഓപ്പറേഷൻ സിന്ദൂർ സാധ്യമാവുകയും ഒക്കെ ചെയ്തതിന് ശേഷം ആണ് ഏഷ്യ കപ്പിലേക്ക് ഇരു ടീമുകളും എത്തുന്നത്. അതിൻ്റെ പ്രതിഫലനങ്ങൾ നമ്മൾ അവിടെ കണ്ടതാണ്. ഹസ്തദാനം നൽകാതെ ഇന്ത്യൻ ടീം പോയത് വിവാദമായിരുന്നു. ആ മത്സര ജയം അത് പഹൽഗാമിൽ ജീവനറ്റു വീണവർക്ക് വേണ്ടിയുള്ളതാണ് എന്നത് ഇന്ത്യൻ ക്യാപ്റ്റൻ പറഞ്ഞതാണ്. ഹസ്തദാനം വലിയ വിവാദമാക്കി മാറ്റാൻ പാകിസ്ഥാൻ ശ്രമിക്കുകയും അവർ അതിന് ശ്രമം നടത്തുകയും ഒക്കെ ചെയ്തു. മത്സരത്തിൽ നിന്ന് മാറി നിൽക്കുമെന്ന ഭീഷണി പാകിസ്ഥാൻ മുഴക്കി. റഫറിയെ മാറ്റി നിർത്തണമെന്നൊരു ആവശ്യം വെച്ചു. പക്ഷേ അവിടെയൊക്കെ പാകിസ്ഥാൻ നാണം കെടുന്നത് നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസം പാകിസ്ഥാന്റെ മത്സരത്തിനിടയിൽ ചില ചേഷ്ടകൾ അത് ഇന്ത്യയെ അസ്വസ്ഥപ്പെടുത്തുന്ന തരത്തിൽ നടന്നിരുന്നു. AK-47 ഉപയോഗിക്കുന്നത് പോലെ ബാറ്റ് കൊണ്ട് കാണിച്ച സന്ദേശവും ഒപ്പം തന്നെ 6-0 എന്ന രീതിയിൽ ഓപ്പറേഷൻ സിന്ദൂറിനെ ഉദ്ദേശിച്ച് നടത്തിയ ചേഷ്ടയുമൊക്കെ വലിയ രീതിയിൽ വിവാദമാവുകയും ചർച്ചയാവുകയും ഒക്കെ ചെയ്ത ഒരു ഘട്ടത്തിൽ നടക്കുന്ന ഫൈനൽ എന്ന നിലയിൽ വലിയ പ്രാധാന്യം ഈ മത്സരത്തിനുണ്ട്. അതിൻ്റെ ജയപരാജയങ്ങൾ വലിയ പ്രാധാന്യത്തോടു കൂടി കളിക്കാർ ഉറ്റുനോക്കുകയാണ്.
ഇന്നലെ പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിലുള്ള ഒരു മത്സരം നടക്കുമ്പോൾ അവിടെ ഒരു പാകിസ്ഥാൻ ആരാധകൻ ഒരു കളിക്കാരനോട് എങ്ങനെയെങ്കിലും ഇന്ത്യ തോൽപ്പിക്കണം എന്ന് കേണപേക്ഷിക്കുന്ന ഒരു വീഡിയോ സമൂഹ മാധ്യമത്തിലൊക്കെ പ്രചരിക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു കളി എന്നതിനപ്പുറം ഇതിനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നതിൻ്റെ ലക്ഷണങ്ങളാണ് എന്നുകൂടി കരുതണം. പാക് പേസർ ഹാരിസ് റൌഫിനോടാണ് ആരാധകൻ അഭ്യർത്ഥന നടത്തിയത്. വികാരാധീനനായി ഇന്ത്യയെ വെറുതെ വിടരുത് എന്ന് അപേക്ഷിക്കുകയാണ് ആ ആരാധകൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു വലിയ വൈകാരിക തലത്തിലേക്കൊക്കെ ഇതിനെ കൊണ്ടെത്തിക്കുന്ന, ഒരു കളിക്കപ്പുറമുള്ള പ്രാധാന്യത്തിലേക്ക് ഇതിനെ കൊണ്ടെത്തിക്കാനുള്ള ശ്രമമൊക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോഴാണ് ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഫൈനൽ മത്സരങ്ങളിൽ 5 തവണ ഏറ്റുമുട്ടിയിട്ടുണ്ട്. അതിൽ പാകിസ്ഥാൻ അല്പം മേൽക്കൈയുണ്ട്. 3 തവണ പാകിസ്ഥാൻ ജയിക്കുകയും 2 തവണ ഇന്ത്യ ജയിക്കുകയും ചെയ്ത ഒരു സാഹചര്യമാണുള്ളത്. അതൊരു അല്പം മേൽക്കൈ പാകിസ്ഥാന് നൽകുന്നുണ്ട് എങ്കിൽ പോലും ഇപ്പോഴത്തെ പാക് ടീമിൻ്റെ സാഹചര്യങ്ങളും ഇന്ത്യൻ ടീമിൻ്റെ സാഹചര്യങ്ങളും വളരെ വ്യത്യസ്തമാണ്. ഇന്ത്യൻ ടീം 2 കളികൾ അത് ആധികാരിക ജയത്തോടു കൂടി തിളങ്ങി നിൽക്കുകയാണ്. ബാറ്റിലും ഫീൽഡിങ്ങിലും എല്ലാം ഫോമിലേക്ക് ഉയർന്ന സാഹചര്യം ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചുണ്ട്. പക്ഷേ പാകിസ്ഥാൻ ടീമിൻ്റെ കാര്യം അതല്ല. പാകിസ്ഥാൻ ടീമിന് ആഭ്യന്തരമായി പോലും വലിയ വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. അവരുടെ പ്രധാനമന്ത്രിയായിരുന്ന മുൻ പാക് ക്യാപ്റ്റനായിരുന്ന ഇമ്രാൻഖാൻ പോലും വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടതാണ്. എപ്പോഴും ഇന്ത്യ പാക് മത്സരം എന്ന് പറയുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയ സമ്മർദ്ദമാണ് ആഭ്യന്തരമായി സൃഷ്ടിക്കുന്നത്. അവർക്ക് ജനങ്ങളെ അഭിമുഖീകരിക്കുന്നതിന് ജയം അനിവാര്യം എന്ന ഒരു സാഹചര്യമൊക്കെ സൃഷ്ടിക്കപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നിരുന്നാലും ഇപ്പോഴത്തെ മത്സരം വലിയ പ്രാധാന്യം രാഷ്ട്രീയമായും അല്ലാതെയും ഒക്കെ നേടിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അത്തരം പ്രാധാന്യത്തോടു കൂടി ഉള്ളൊരു ഫൈനൽ മത്സരത്തിനായി എല്ലാവരും കാത്തിരിക്കുകയാണ്. എന്തായാലും ഇതൊരു കായിക ഇനമാണ്. ഇന്ത്യയും പാകിസ്ഥാനും അയൽ രാഷ്ട്രങ്ങളാണ്. അതിനെ ഒരു കായിക ഇനമായി കണ്ട് സ്പോർട്സ്മാൻ സ്പിരിറ്റിലൂടെ വേണം നമ്മൾ ആ മത്സരത്തിൻ്റെ ഏത് റിസൾട്ടിനെയും സ്വീകരിക്കാൻ. അതിനപ്പുറമുള്ള പ്രാധാന്യങ്ങൾ അതിന് കൊടുക്കാൻ പാടില്ല. അതിനപ്പുറമുള്ള ഏറ്റുമുട്ടലുകൾ നടക്കേണ്ടുന്ന സമയത്ത് അതിന് തക്കതായ മറുപടികൾ നമ്മൾ സൈനികമായി തന്നെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിലേക്ക് ഏതെങ്കിലും തരത്തിൽ അതിനെ കൊണ്ടുവരേണ്ടതില്ല. കായിക ഇനങ്ങൾക്ക് അതിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് തന്നെ അതിലുള്ള സ്പോർട്സ്മാൻ സ്പിരിറ്റാണ്. അതിനപ്പുറം അത് ഇന്ത്യ ആയാലും പാകിസ്ഥാൻ ആയാലും മറ്റൊരു വൈകാരികതയും അതിൽ കലർത്താതിരിക്കുക എന്നതാണ് വേണ്ടത്. നമുക്കൊരു ശക്തമായ 2 ടീമുകളുടെ ഏറ്റുമുട്ടൽ എന്ന നിലയിൽ ഞായറാഴ്ചത്തെ മത്സരത്തെ കാത്തിരിക്കാം. അവിടെ ഏത് ടീം വിജയിച്ചാലും അത് സ്പോർട്സിലെ സ്വാഭാവിക ജയപരാജയമായി കാണുകയും ചെയ്യാം. അപ്പോൾ എന്തായാലും ഞായറാഴ്ച ആ മത്സരത്തിനായി നമുക്കെല്ലാം തന്നെ കാത്തിരിക്കാം. അപ്പോൾ ഇത്രയും വാർത്തകളാണ് ഇന്ന് പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത്. നമ്മുടെ സാധാരണയുള്ള സെഗ്മെൻറ്റുകളിലേക്ക് പോകാൻ ഇന്ന് സമയമില്ല. കാരണം നമ്മൾ 2 വാർത്തകൾ, ഈ ലോട്ടറിയുടെ നറുക്കെടുപ്പ് മാറ്റിവെച്ചത് ഉൾപ്പെടെയുള്ള വാർത്തകളിലേക്കൊക്കെ പോയതിനാൽ നമ്മുടെ സമയം കുറച്ച് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും വളരെയധികം നന്ദി. ഇടവേളയ്ക്ക് ശേഷം ലൈവ് at 6 കാണാം. നമസ്കാരം.